ഹലോ ഗായ്സ്, ഞാൻ ഇന്ന് കാണാൻ പോയിരുന്ന കാശിയിൽ മാത്രം കാണപ്പെടുന്ന ഗംഗാരതിയാണ്. അപ്പോൾ ഇത് നമ്മുടെ കേരളത്തിൽ കോഴിക്കോട് തളി ക്ഷേത്രത്തിലാണ് ഗൈസ് നടക്കുന്നത്. അപ്പോൾ ഇത് 6 o'clock ഒക്കെയാണ് ഗൈസ് തുടങ്ങുന്നത്. ഞങ്ങളൊരു 4 o'clock എത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഫുള്ള് മുമ്പ് തന്നെയായിരുന്നു ഗൈസ് കണ്ടത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഗംഗാരതി തുടങ്ങാനായി ഗൈസ്. അങ്ങനെ തുടങ്ങാൻ കുറച്ച് നേരം എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും പ്രസാദം കൊടുക്കാൻ തുടങ്ങി. അവിടെ 200 രൂപേൻ്റെ സീറ്റും ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ 200 രൂപേൻ്റെ സീറ്റ് എടുത്തില്ല. ഞങ്ങൾ ബാക്കിൽ ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഞങ്ങൾക്ക് നല്ലോണം കാണാൻ പറ്റി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഗംഗാരതി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫസ്റ്റ് തന്നെ ഗംഗാരതി കാണുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലായിരുന്നു ഗൈസ് ഞാൻ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഗംഗാരതി തുടങ്ങിയപ്പോൾ ഫസ്റ്റ് തന്നെ പൂക്കളൊക്കെ എറിഞ്ഞ് എനിക്ക് മനസ്സിലായില്ല ഫസ്റ്റൊന്നും. പിന്നെ അമ്മ ഓരോ കാര്യങ്ങളൊക്കെ ഇതിനെപ്പറ്റി പറഞ്ഞു തന്നപ്പോൾ എനിക്ക് മനസ്സിലായി. പിന്നെ ഉള്ളത് അവിടുത്തെ മണത്തിനെ പറ്റിയിട്ടാണ് ഗൈസ്. അവിടെ നല്ലൊരു ചന്ദനത്തിൻ്റെ മണമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഓരോന്നിനും വച്ചിട്ട് ഗംഗാരതി ആക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇത്തിരി മഴയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു ചാറ്റൽ മഴ എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു പേടി ഉണ്ടായിരുന്നു, ഈ ഇതൊക്കെ തീ അണഞ്ഞു പോകുന്നു. പക്ഷേ ഒരു ചെറിയ മഴ ആയതുകൊണ്ട് തീയൊന്നും അങ്ങനെ അണഞ്ഞു പോയില്ല. പിന്നെ ഞങ്ങൾ നോക്കിയപ്പോൾ കറക്റ്റ് 7:30 തന്നെ അത് അവസാനിച്ചിട്ടുള്ളതാണ്. അവസാനിച്ചതാണ് വേറൊരു കാര്യം. അവർ പറഞ്ഞതും 6:15 തൊട്ട് 7:30 വരെയാണ്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഇന്നത്തോടെ തീരും. അതാണ് വേറൊരു പ്രത്യേകത. പിന്നെ ഞങ്ങൾ ഓരോ ആരതികളൊക്കെ കണ്ട് നല്ല വേർത്ത് കുളിച്ചായിരുന്നു കേസ് നിന്ന്. അമ്മേൻ്റെ കൈയൊക്കെ കണ്ടറിയാം നല്ല വേർത്തിട്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നല്ലൊരു വെടിക്കെട്ടാണ് ഗൈസ് ഞാൻ കണ്ടത്. നല്ലൊരു വെടിക്കെട്ട് അതോടെ കണ്ടതോടെ ഞങ്ങൾക്ക് സംതൃപ്തിയായി. പിന്നീട് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോഴേക്ക് നല്ല ബ്ലോക്ക് ആയിരുന്നു. പിന്നെ ആ ടൈം കൊണ്ട് ഞങ്ങൾ തളി ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ കയറി പ്രാർത്ഥിച്ച് തിരിച്ച് പുറത്തേക്ക് ഇറങ്ങി. അത് കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് ബ്ലോക്കൊക്കെ കുറഞ്ഞു. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.